ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ഒരു പള്ളിയിൽ നിന്നും തലയറുത്തു മാറ്റിയ നിലയിൽ 70 ക്രിസ്ത്യാനികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കോങ്കോയിലെ കസംഗയിൽ ഒരു പ്രൊട്ടസ്റ്റ് പള്ളിയിൽ നിന്നും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കൂട്ടക്കുരുതിയുടെ തെളിവുകൾ പുറത്തു വന്നത്. തടവുകാരെ പിടിക്കപ്പെട്ടവരെയാണ് മുസ്ലിം തീവ്രവാദികളും വിമതരുമായ ADF നിഷ്ഠൂരരും വകവരുത്തിയതെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കസംഗയിലെ ഗ്രാമങ്ങൾ ഓരോന്നായി കീഴടക്കി ഭീകരർ നാട്ടുകാരെ തടങ്കിലാക്കിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കൊല്ലപ്പെട്ടവരിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഗ്രാമത്തിൽ നിന്ന് കാണാതായി നിരവധി ആളുകളുമുണ്ടെന്നും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. കത്തി ഉപയോഗിച്ച് ഈ ആളുകളെ തലയറുത്ത് കൊന്നതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോങ്കോയിൽ ആഭ്യന്തര യുദ്ധം ഉച്ചസ്ഥായിലായിരുന്നു നടന്നിരുന്നത്. മാത്രമല്ല ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഐസിസുമായി ബന്ധപ്പെട്ട ADF കൂടിയാണ്. ഇവർ മേഖലയിലെ ഏറ്റവും അപകടകരമായ സായുധ വിമത ഗ്രൂപ്പായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ പള്ളിയിൽ ഭീകരർ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ വിവരമാണ് ഓപ്പൺ ഡോട്ട് പോർട്ടൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 13 വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു തീവ്രവാദികൾ ലുംബേറോ മേഖലയിലെ മെയ്ബേലിലെ വീടുകൾ ആക്രമിച്ചത്. 20 ക്രിസ്ത്യൻ പുരുഷന്മാരും സ്ത്രീകളും പുറത്തു വന്ന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഈ വാർത്ത കേട്ടതിനെ തുടർന്ന് പ്രാദേശിക സമൂഹത്തിലെ ആളുകൾ പ്രതിഷേധവുമായി പുറത്തിറങ്ങി. പക്ഷെ അവർ പുറത്തു വന്നയുടനെ ADF ഭീകരർ അവരെ വളഞ്ഞ് 50 പേരെ പിടികൂടുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഈ ആളുകളെല്ലാം കസംഗയിൽ ഒരു പ്രൊട്ടസ്റ്റ് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്തു. ശേഷം അവിടെ വെച്ച് ഇവരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പ്രാദേശിക വാർത്താ വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ബസോങ്ക മേജർ പ്രദേശത്ത് ഈ സംഘം 200-ലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ്. അതേസമയം തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, വിവേചനമരുത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്നത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.